ഞാൻ തുടങ്ങിയത് ഒരു രക്തദാന പ്രവർത്തകയെന്നാണ്. നമ്മൾ വന്നു നിന്നത് എവിടാന്നറിയോ? ഹോസ്പിറ്റലുകളിൽ മെഷീനറീസ് വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു ധീര വനിതയായിട്ടാണ്. രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ, മനസ്സ് എന്നാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. 500 തവണ രക്തദാനം ചെയ്ത ആളെന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഞാൻ ഒരിക്കൽ കണ്ടിരുന്നു കേട്ടോ. അത് നമ്മുടെ ഒരു ധ്വനി ഫേസ്ബുക്ക് കൂട്ടായ്മയില കണ്ടിരുന്നത്. അപ്പൊ ആളുടെ ഏജും ഈ ഇത്ര 500 തവണയോടെ കണ്ടപ്പോ ഞാൻ പോയി ചോദിച്ചു, ശരാശരി ഇത് ഇങ്ങനെ നിങ്ങള് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പോസ്റ്റുകളൊന്നും ഇടരുത്. കാരണം നമസ്കാരം, ഇന്ന് നമുക്കൊരു ഗസ്റ്റിനെ കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഇത് കൊല്ലത്തിന്റെ മകളും തൃശ്ശൂരിന്റെ മരുമകളും അല്ലേ? അതെ, സീന ജയചന്ദ്രൻ തൃശ്ശൂരിൽ നിന്ന് യാത്ര ചെയ്ത് കൊല്ലം ജില്ല വരെ എത്തി. അപ്പൊ ഞങ്ങളുടെ കണ്ണിൽ പെട്ടു. അപ്പൊ പിന്നെ കുറച്ച് കാര്യങ്ങളൊന്നും അറിഞ്ഞേക്കാന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം ആക്റ്റീവ് ആണ്. തെറിക്കുത്തരം മുറിപ്പത്തൽ എന്ന രീതിയിൽ പല ആൻസറുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അത് കണ്ടപ്പോഴാണ് നമുക്ക് പലരും അറിയാതെ പോയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടെന്ന് അറിഞ്ഞു. സീന ചേച്ചി എന്ന് പറയുന്ന വ്യക്തിയിലുണ്ടെന്ന് അറിഞ്ഞു. അപ്പൊ കുറച്ച് കാര്യങ്ങളൊന്നും ചോദിച്ചോട്ടെ. സീന ചേച്ചി ഇപ്പൊ എന്തൊക്കെ ചുമതലകളിലാണുള്ളത്? എനിക്കറിയാം കേരളത്തിലെ ഒട്ടുമിക്ക കാര്യങ്ങളിലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഒന്ന് പറയാമോ? അപ്പൊ ഞാന് പൊതുവെ ജീവകാരുണ്യ പ്രവർത്തന മേഖലയാണ്. ജീവകാരുണ്യ പ്രവർത്തക, രക്തദാന കോർഡിനേറ്റർ, പിന്നെ ഹ്യൂമൻ റൈറ്റ്സിന്റെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സിന്റെ മനുഷ്യാവകാശ പ്രവർത്തകയാണ്. അതിന്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ആണ്. പിന്നെ അത്യാവശ്യം ഒരുപാട് സംഘടനകളിലൊക്കെ ഇങ്ങനെ ഓരോ പദവികളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന്റെ ഒപ്പം ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. കൊല്ലത്തുനിന്ന് തൃശ്ശൂരേക്ക് പോയതാ. തൃശ്ശൂരാണോ കൂടുതലും രക്തദാന പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്, അതോ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ചെയ്യാറുണ്ട്? എനിക്ക് സീന ചേച്ചിയെ പറ്റി ഞാൻ അന്വേഷിച്ചപ്പോൾ കിട്ടിയിട്ടുള്ളത്, സീന ചേച്ചി അത് അപ്ഡേറ്റ് ചെയ്യുന്നതിൽ മിടുക്കിയാണ്. കാരണം ഒരാളുടെ ഒരു ബ്ലഡിന്റെ റിക്വസ്റ്റ് വന്നാൽ ആ റിക്വസ്റ്റ് ക്ലോസ് ആവുന്നിടം വരെ അവരുടെ ഒപ്പം ഉണ്ടാകും എന്ന് കേട്ടിട്ടുണ്ട്. അതെനിക്കും ഭയങ്കര അഭിമാനം തോന്നിയിട്ടുണ്ട്. പക്ഷേ ഒരു പെണ്ണെന്ന നിലയിൽ സീന ചേച്ചി ഒരു പുലിക്കുട്ടിയെ പോലെ രക്തദാന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? അർഹമായിടത്ത് തട്ടിത്തെറിപ്പിച്ച് അർഹമായ പലയിടത്തൊന്നും തട്ടി വെളിയിലോട്ട് മാറ്റി നിർത്തിയതായിട്ട് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടുണ്ട്. ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടോ? അത് പൊതുവെ എല്ലാ മേഖലയിലും നമ്മൾ കണ്ടുവരുന്ന കാര്യമാണ്. ഈഗോയാണത്. അതൊന്നും നമ്മള് മൈൻഡ് ചെയ്യാറില്ല. കാരണം നമ്മളിലിപ്പോ രേഖ പറഞ്ഞത് കണക്ക് ഒരു ബ്ലഡിന്റെ കേസ് വന്നു കഴിഞ്ഞാല് ഫസ്റ്റ് അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യുക, അങ്ങനെ പോസ്റ്റ് ചെയ്യൊന്നും ചെയ്യില്ല. ആദ്യം തന്നെ ബൈസ്റ്റാൻഡറിനെ വിളിച്ച് ഞാൻ അത് വെരിഫൈ ചെയ്യാറുണ്ട്. ഈ കേസ് എങ്ങനെയാണ്, എന്താണ് എന്നൊക്കെ അറിയാറുണ്ട്. പിന്നെ അവർക്ക് ബ്ലഡ് കിട്ടാനുള്ള സാധ്യതകളെ പറ്റി പറഞ്ഞു കൊടുക്കാറുണ്ട്. കാരണം ഇപ്പൊ പെട്ടെന്ന് നമ്മളോട് ഒരാൾ വന്ന് ബ്ലഡ് ചോദിക്കുമ്പോൾ അവരുടെ ഫാമിലിയിൽ ചിലപ്പോൾ ബ്ലഡ് കൊടുക്കാൻ ആൾക്കാരുണ്ടാകും, പക്ഷെ അത് അവർ അന്വേഷിക്കുന്നില്ല. അതുപോലെ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ടാകും. അപ്പൊ ഞാൻ ചോദിക്കാറുണ്ട്. ഇപ്പൊ റെയർ ആയിട്ടുള്ള ഗ്രൂപ്പുകളാണെങ്കിലും ഒക്കെ നമ്മൾ മാക്സിമം അത് എടുക്കും. അല്ലാതെ വശം നമ്മൾ ചോദിക്കാറുണ്ട്, ഇതിപ്പോ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്, അപ്പൊ നിങ്ങൾ ആ ലെവലിൽ ഒന്ന് ട്രൈ ചെയ്ത് കൂടെ ചോദിക്കാറുണ്ട്. അതായത് അവരുടെ ഫാമിലിയിൽ തന്നെ എടുക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടാകും. എന്നാൽ പോലും അവരതൊന്നും ചോദിക്കാതെ ആയിരിക്കും, അവർക്കെല്ലാം പബ്ലിക്കിന്റെ മതി. അതെ, സ്വന്തം ഫാമിലിന്ന് വേണ്ട ബ്ലഡ്. അപ്പൊ പിന്നെ പലപ്പോഴും നമ്മള് ബ്ലഡിന്റെ കേസിന് വേണ്ടി ബൈസ്റ്റാൻഡേഴ്സ് നമ്മളെ വിളിച്ചു കഴിഞ്ഞ് നമ്മള് ആളെ എങ്ങനെയും ഡോണറെ, ചിലപ്പോൾ തൃശ്ശൂര് ഒരു ബ്ലഡിന്റെ കേസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ പാലക്കാട് നിന്നായിരിക്കും ഡോണർ വരുന്നത്. അവര് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പല സമയത്തും ബൈസ്റ്റാൻഡർ കോൾ അറ്റൻഡ് ചെയ്യാറില്ല. അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഇവർക്ക് തിരിച്ചു പോകേണ്ടി വരും. ഇപ്പൊ ഇതൊരു സേവനം ആയതുകൊണ്ട് ആരും കാശ് മേടിച്ചിട്ടൊന്നും ചെയ്യുന്ന കാര്യമല്ലല്ലോ. കാശ് മേടിക്കുന്നവരുണ്ടോ? കാശ് മേടിക്കുന്നവര് പലരും ഉണ്ട്. ഇപ്പൊ അതിന്റെ ചർച്ചകൾ ഗ്രൂപ്പുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വലിയൊരു വാർത്തയായിരുന്നു ഈ ഇടയ്ക്ക്. നമ്മുടെ റിപ്പോർട്ടർ ചാനൽ പോലെയുള്ള സാറ്റലൈറ്റ് ചാനലുകളിൽ വലിയൊരു വാർത്തയായിരുന്നു. രക്തം വിറ്റ് കാശാക്കുന്നു തലക്കെട്ടോടുകൂടി നമ്മൾ വലിയൊരു വാർത്ത കണ്ടിരുന്നു. അപ്പൊ എനിക്ക് അന്നേരം പെട്ടെന്ന് ഓർമ്മ വന്നത് നിങ്ങളെ പോലുള്ള കുറെ മനുഷ്യരെയാണ് ഓർമ്മ വന്നത്. പ്രധാനമായിട്ടും നമ്മളിങ്ങനെ രക്തദാന പ്രവർത്തകരെ പിടിച്ചു നിർത്തി ഇന്റർവ്യൂ എടുത്തത് പോലും ആ ഒരു വലിയൊരു വാർത്ത വന്നതിന്റെ പേരിലാണ്. കാരണം ഒന്നോ രണ്ടോ പേര് ചെയ്യുന്ന തെറ്റിന് ഒരു കൂട്ടം ആൾക്കാർ അനുഭവിക്കേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് വന്നിട്ടുണ്ട്. പലപ്പോഴും ഉണ്ടല്ലോ, നമുക്കൊരു കേസ് കിട്ടിക്കഴിഞ്ഞ ഇപ്പൊ വീട്ടിലാണെങ്കിൽ എനിക്കൊരു മോളാണ്, അവള് ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുക, ഫൈനൽ ഇയർ. ഹസ്ബൻഡ് മുത്തൂരിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരം വെളുത്ത് വൈകിട്ട് വരെ അതിന്റെ പുറകില്ല. കാരണം അത് പലരിലോട്ട് എത്തിക്കുക, ബ്ലഡ് കണ്ടെത്താൻ. അപ്പൊ കിട്ടുന്ന ഒരു കേസ് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യും. കാരണം അത് ക്ലോസ് ചെയ്യാതെ ഞാൻ ഇത് വിടില്ല എന്നുള്ളതാണ്. അത് കാരണം അവരെ ഞാൻ ഇടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കും, വിഷമിക്കണ്ട. പിന്നെ എനിക്ക് പറയാനുള്ളത് ബ്ലഡിനേക്കാളും ഉപരി ചേച്ചി അവർക്കൊരു ആശ്വാസവും കൂടെ കൊടുക്കാറുണ്ട്. പിന്നെ പലപ്പോഴും നമുക്കറിയാം ഓരോ ബ്ലഡ് ബാങ്കുകളിലോട്ടും അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിലോട്ടും IMAലോട്ടൊക്കെ രക്തദാന ക്യാമ്പുകൾ വെക്കാറുണ്ട്. അപ്പൊ ആ സമയത്ത് എന്തോരം സ്റ്റോക്ക് അവിടെ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ എങ്കിൽ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ നിൽക്കുന്ന ബൈസ്റ്റാൻഡറിനെ ഇങ്ങനെ വിഷമിപ്പിക്കുക. എമർജൻസി കേസാണ്, ബ്ലഡ് കൊണ്ടുവന്നില്ല, സർജറി ചെയ്യാൻ പറ്റില്ല, ബ്ലഡ് നിർബന്ധമായിട്ട് വേണമെന്ന് പറയുമ്പോൾ അറിയാലോ, നമുക്കൊരു ബൈസ്റ്റാൻഡർ എന്ന നിലയ്ക്ക് നമ്മുടെ അത്രയും വേണ്ടപ്പെട്ട ഒരു ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കണമല്ലോ.
അപ്പൊ അതുപോലൊക്കെ തന്നെ നമ്മളൊരു കേസ് വന്നു കഴിഞ്ഞാൽ ചില സമയത്ത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഈ മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ പുറകിലായിരിക്കും നമുക്കൊരു വീട്ടിലത്തെ ജോലികൾ ചെയ്യാനോ അല്ലെങ്കിൽ മോൾക്ക് സമയത്തിന് ആഹാരം കൊടുക്കാനോ ഒക്കെ പല സമയത്ത് എനിക്ക് അങ്ങനെ പറ്റാതായിട്ടുണ്ട്. അപ്പൊ മോള് ചോദിക്കും അമ്മയ്ക്ക് ഞാനാണോ വലുത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അവള്. പക്ഷെ ഇപ്പം ആ സാഹചര്യങ്ങളോട് അവളും പൊരുത്തപ്പെട്ട് 18ാമത്തെ വയസ്സ് മുതൽ അവളും ബ്ലഡ് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഇങ്ങനെ പെട്ടെന്നൊരു എമർജൻസി സിറ്റുവേഷനൊക്കെ വരുമ്പോൾ എനിക്ക് ബ്ലഡ് കിട്ടാതെ വരുന്ന സാഹചര്യത്തിൽ മോളെ കൊണ്ടുവന്ന് ബ്ലഡ് കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ. അല്ല, കുറെ നിരവധി പേര് പറയുന്നത് കേൾക്കാം, അവര് 3 മാസത്തിൽ ഒരിക്കലാണ് 90 ദിവസം കൂടുമ്പോഴാണ് നമ്മൾ ബ്ലഡ് കൊടുക്കാന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ പലരും ഈ അവരുടെ ഏജും ആ ഒരു രക്തത്തിന്റെ എണ്ണവും കൂടെ വരുമ്പോ ഒരു ഇത് വരുന്നില്ല, അതെ, അഡ്ജസ്റ്റ്മെന്റ് അതെ. അത് പലരും ഇങ്ങനെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണം ചുമ്മാ പറയുന്നതാണെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് നമ്മൾ അതിനെ ഞാൻ തർക്കിക്കില്ല, കാരണം കൊടുക്കുന്നവരുണ്ടാകും. പിന്നെ നിയമപരമായിട്ട് അപ്പൊ തെറ്റല്ലേ? തെറ്റാണ്. 90 ദിവസം അത് ഒരു ദിവസം ഞാൻ അതൊരു അല്ല, അത് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവത്തില്ലേ? നിയമപരമായിട്ട് തെറ്റെന്നുള്ളതിനേക്കാളും ഉപരി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. 500 തവണ രക്തദാനം ചെയ്ത ആളെന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഞാൻ ഒരിക്കൽ കണ്ടിരുന്നു കേട്ടോ. അത് നമ്മുടെ ഒരു ധ്വനി ഫേസ്ബുക്ക് കൂട്ടായ്മയിലാണ് കണ്ടിരുന്നത്. അപ്പൊ ആളുടെ ഏജും ഈ ഇത്ര 500 തവണയോടെ കണ്ടപ്പോ ഞാൻ പോയി ചോദിച്ചു, ശരാശരി ഇത് ഇങ്ങനെ നിങ്ങള് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പോസ്റ്റുകളൊന്നും ഇടരുത്. കാരണം ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് എല്ലാ 4 മാസം കൂടുമ്പോഴും, സ്ത്രീകൾക്ക് പൊതുവെ 4 മാസം കൂടുമ്പോ 3 മാസം എന്ന് പറയുന്നത് കൊടുക്കാൻ എനിക്ക് പറ്റില്ല. കാരണം HB പ്രോബ്ലം വരാറുണ്ട്. കാരണം ബ്ലഡ് കൊടുക്കാൻ വേണ്ടി ഞാൻ പോയി നിൽക്കുമ്പോൾ എനിക്ക് HB ചിലപ്പോൾ കാണില്ല, എനിക്കപ്പോൾ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ വിഷമത്തോട് കൂടിയിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. പിന്നെ എന്തെങ്കിലും അറിയാലോ അതിന്റെ കാര്യങ്ങൾ, എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് അതിന് വരുന്നതെന്ന് അറിയാലോ. ആന്റിബയോട്ടിക് മെഡിസിൻ കഴിക്കുമ്പോഴോ അങ്ങനെയൊക്കെ, ഉറക്കക്കുറവ്, അതുപോലെ തന്നെ കറക്റ്റ് സമയത്തിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഓൾറെഡി ക്ഷീണമാവും, ബ്ലഡ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ പലപ്പോഴും നമുക്ക് അങ്ങനെ മടങ്ങി പോകേണ്ട സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഞാനൊരു 2013 മുതലാണ് ഈ ഒരു മേഖലയിലോട്ട് വരുന്നത്. അതെങ്ങനെയാന്ന് വെച്ചാൽ എന്റെ അച്ഛന് സുഖമില്ലാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു. അപ്പൊ അവിടെ ഞാൻ ബൈസ്റ്റാൻഡറായിട്ട് ഒരു 3 മാസത്തോളം നിന്നിട്ടുണ്ടായിരുന്നു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ അടുത്ത് കിടക്കുന്ന ഒരു പേഷ്യന്റിന് ബ്ലഡ് ആവശ്യമുണ്ട്. അപ്പൊ ആൾ ആൽക്കഹോളിക്കാണ്. അപ്പൊ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ആൾക്ക് ബ്ലഡ് കൊടുത്തോണ്ടിരിക്കണം. അപ്പൊ ഞാന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീണ്ടും വിചാരം ഇല്ലാണ്ട് എടുത്തു ചാടി പറഞ്ഞതാ ഞാൻ തരാന്ന്. അല്ലാണ്ട് കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടോ സമ്മതം കൊണ്ടോ ഒന്നും പറഞ്ഞില്ല, വെറുതെ ഒരു ഇതിന് വേണ്ടി പറഞ്ഞതാണ് ഞാൻ. പക്ഷെ പിന്നീട് ആൾക്ക് ബ്ലഡ് വന്ന് എന്നെ വന്ന് വിളിച്ചു. അപ്പൊ ഞാൻ പോവില്ല, കാരണം എനിക്ക് പേടിയാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ വെറുതെ പറഞ്ഞാണ്. ഇല്ല, കുഴപ്പമില്ല, നല്ല കാര്യമാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ പോയി ബ്ലഡ് കൊടുത്ത്. പിന്നെ ശീലമായി. അങ്ങനെ നല്ലൊരു ബൈസ്റ്റാൻഡറിനുള്ള എനിക്ക് ആദ്യമായിട്ട് ഒരു ആദരവ്, നല്ലൊരു പുരസ്കാരം എന്നൊക്കെ പറയുന്നത് കിട്ടുന്നത് അവിടുത്തെ മെഡിക്കൽ കോളേജിലെ മെഡിസിൻ പ്രൊഫസർ ഉണ്ടായിരുന്നു, രാജഗോപാലൻ ഡോക്ടർ. ആള് വിളിച്ചിട്ടാണ് ഒരു പെന്നാ തന്നത്. കാരണം ഇത്രയും നല്ലൊരു ബൈസ്റ്റാൻഡർ, കാരണം എൻ്റെ അച്ഛൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. പക്ഷെ നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ പോലും നമ്മളൊരു ബൈസ്റ്റാൻഡർ ഒരു പേഷ്യന്റിനെ എങ്ങനെ കെയർ ചെയ്യുന്നു. അപ്പൊ ഡോക്ടറിന്റെ മെഡിസിൻ്റെ ഒപ്പം തന്നെ ആ കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡറിന്റെ കെയറിങ്ങും പോണക്കിരിക്കും ആളുടെ ജീവിതം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനുവേണ്ടി ഒരുപാട് ഞാൻ അവിടെ 3 മാസത്തോളം. ചേച്ചി ഇപ്പൊ ഹോസ്പിറ്റലിന്റെ കാര്യം പറഞ്ഞപ്പോ എന്റെ മനസ്സിലോട്ട് പെട്ടെന്നൊരു കാര്യം ഓടി വന്നു. കാരണം ചേച്ചിയാണെങ്കിൽ കഴിഞ്ഞ ഇടയ്ക്ക് ഏറ്റവും കൊല്ലം ജില്ലയിലെ താലൂക്ക് ആശുപത്രികളിൽ ഏറ്റവും നല്ല ഹോസ്പിറ്റൽ പുനലൂർ ഹോസ്പിറ്റലാണ്, താലൂക്ക് ആശുപത്രിയാണെന്നാണ് നമ്മളുടെ പരക്കെ അറിയപ്പെടുന്നത്. ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്, ലിഫ്റ്റ് ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഒത്തിരി സർവീസുകളുണ്ട്. അതിനെതിരെ ചേച്ചി ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പൊതുവെ ഒരു വിഷയം വരുമ്പോ നമ്മള് ഒരു പക്ഷെ അയ്യോ അങ്ങനെ ആയിപ്പോയി വിഷമിക്കും. പക്ഷെ നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് അത് വരുമ്പോഴായിരിക്കും നമുക്ക് കുറച്ചും കൂടെ അതിനകത്ത് ആവലാതി കൂടുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു, അവനവന്റെ ചങ്കത്ത് കൊണ്ടാലേ വേദന. അതെ. അപ്പൊ നമ്മൾ പൊതുവെ ഈ കാര്യങ്ങളൊക്കെ കണ്ടും കേട്ടിരിക്കുന്നതാണ്. പക്ഷെങ്കിൽ എന്താണെന്നറിയത്തില്ല, രാഷ്ട്രീയ പ്രമുഖരാവാം, അല്ലെങ്കിൽ ഇതിനോട് മുന്നോട്ട് വരാൻ ആൾക്കാരില്ലെന്നുള്ളതാണ്. പുനലൂർ താലൂക്ക് ഹോസ്പിറ്റൽ എനിക്ക് തോന്നുന്നു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. അപ്പൊ അമ്മയ്ക്ക് ഷുഗർ ഉണ്ടായിരുന്നു, ഓൾറെഡി ആള് മെഡിസിൻ എടുക്കുന്നുണ്ട്. അപ്പൊ കാലിൽ നീരായിട്ട് ഹോസ്പിറ്റലിൽ നടന്നു കയറിപ്പോയ ആളാണ്. അവിടെ ചെന്ന് കഴിഞ്ഞ് ഡോക്ടർ വന്ന് നോക്കി. അപ്പോൾ കാല് ബാൻഡേഡ് ചെയ്യാൻ പറഞ്ഞ് അവരെന്തൊക്കെ മെഡിസിനൊക്കെ ചെയ്തിട്ട് ബാൻഡേഡ് ഇട്ട് വെച്ചു. എന്നിട്ട് അത് ഓപ്പൺ ചെയ്യുന്നത് 7 ദിവസം കഴിഞ്ഞിട്ടാ. 7 ദിവസം കഴിഞ്ഞിട്ട്. അപ്പൊ അതുപോലൊക്കെ തന്നെ ആ ഡോക്ടർ പിന്നെ എന്തായാലും ഏതെങ്കിലുമൊക്കെ ഡോക്ടർമാര് നമ്മളൊരു പേഷ്യന്റിനെ കൊണ്ട് കിടത്തി കഴിയുമ്പോൾ അവിടെ വരുമല്ലോ, രാവിലെ വരും, അല്ലെങ്കിൽ കൺസൾട്ടിങ് പോണൊക്കെ ഉണ്ടാവുമല്ലോ. ഇതൊന്നുമില്ല. 7 ദിവസം കഴിഞ്ഞപ്പോൾ വന്നിട്ട് ഡോക്ടർ കാല് ഓപ്പൺ ചെയ്യപ്പോഴത്തേക്ക് കാലിന്റെ അവസ്ഥ അതൊന്ന് കണ്ടിട്ടുണ്ടാവും. വളരെ വികൃതമായിരുന്നു. അപ്പൊ അതെന്താന്ന് വെച്ചാൽ ഇങ്ങനെ അമ്മ ഇടയ്ക്ക് പറയുന്നുണ്ട്, കാലിങ്ങനെ വല്ലാതെ വേദന എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും അവരൊന്നും ചെയ്യുന്നില്ല. ഒരു പാരസെറ്റാമോൾ കൊടുക്കുക, അവർ പോവുക, അങ്ങനെയാണ്
എന്നാണ് പറഞ്ഞിരുന്നത്. അതിനുശേഷം 7 ദിവസം കഴിഞ്ഞപ്പോൾ ഓപ്പൺ ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയായി. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേഷ്യന്റിനോടാണ് പറയുന്നത്, ഇനി വീണ്ടും ആ മുറിവ് ഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവര് തന്നെ പോയി വാഷ് ചെയ്ത് കൊടുക്കണം. അവര് തന്നെ ബാത്റൂമിൽ പോയിട്ട് അത് ഇരുന്ന് വാഷ് ചെയ്തിട്ട് കൊണ്ടുവന്ന് കൊടുത്താൽ മാത്രമാണ് ഇവർ ആ മുറിവ് ഡ്രസ്സ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു സർവീസ് അവിടെ നടന്നിട്ടില്ല ഒരു എന്നാണ് സർവീസും ഇല്ല അവിടെ. ആ കെട്ടിടം കണ്ടു കഴിഞ്ഞാൽ 100 കോടിയുടെ നമ്മളെ പ്രൊജക്റ്റ് ആണ്. ഗവൺമെന്റിന്റെ ഫണ്ടുകളിലേക്ക് ഈ സാധാരണക്കാരായ പേഷ്യൻസിന്റെ അത് ബില്ലുകൾ, അതായത് എല്ലാത്തിനും ഒരു കൃത്യമായ കണക്കുണ്ടാവുമല്ലോ. ആ കണക്കുകൾ പോകുമ്പോൾ നഴ്സിംഗ് സർവീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ തന്നെ ഉണ്ടെന്നാണ് എന്റെ ഒരു അറിവ്. എനിക്കറിയില്ല, അങ്ങനെയാണ് നഴ്സിംഗ് സർവീസ്. നമ്മൾ പ്രൈവറ്റ് ആശുപത്രികളിൽ പോകുന്നുണ്ട്, അപ്പൊ നമുക്ക് അവരൊരു ബില്ലില് നഴ്സിംഗ് സർവീസ്, നമുക്കത് ശരിക്കും മെഡിസിപ്പ് ഒക്കെ ഉള്ള പേഷ്യൻസ് ഉണ്ടല്ലോ, അവരുടെ ബില്ല് കിട്ടിക്കഴിഞ്ഞാൽ, എന്റെ മദറിൻലോ നേഴ്സായിരുന്നു, റിട്ടയർഡ് ആയതുകൊണ്ട് ഇടയ്ക്ക് ആളിപ്പോ മരണപ്പെട്ടു പോയി. അപ്പൊ ആ സമയത്ത് വീണൊരു 3-4 മാസം ആള് ഒരുമിച്ച് ഹോസ്പിറ്റലിൽ കിടക്കായിരുന്നു. ആ സമയത്ത് മെഡിസിപ്പ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ വന്ന് ബില്ലാണ് നമ്മൾ ഞെട്ടി. കാരണം വാർഡിൽ നമ്മൾ റൂമൊന്നും ഇട്ടില്ല, വാർഡിൽ കിടന്നു. വാർഡിന്റെ ചാർജ് 2000. ഗവൺമെന്റ് ഹോസ്പിറ്റലാട്ടോ, വാർഡിന്റെ ചാർജ് 2000. അതുപോലെ തന്നെ അമ്മയ്ക്ക് നേഴ്സിംഗിന്റെ അവരുടെ ഹെൽപ്പ്, അവരുടെ ക്ലീനിങ് കൊണ്ട് ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടോ? എല്ലായിടത്തും ശത്രുക്കളാണ് ഏറ്റവും കൂടുതൽ. ശത്രുക്കളെ ഉണ്ടാക്കിയിട്ടുണ്ട്. വെൽ ഡൺ. എങ്കിലും നമുക്ക് ജീവിക്കാൻ ഒരു ഊർജ്ജം ഉണ്ടാവും. അല്ല, എന്നെ സംബന്ധിച്ച് എനിക്കൊന്നും ഇങ്ങനെ മറച്ചു വെച്ചിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ നമ്മൾ എന്താണോ നമ്മൾ അത് വെളിയിൽ ഓപ്പൺ ആയിട്ട്, അത് വെച്ച് സംസാരിക്കുന്നില്ല, മുഖംമൂടി എനിക്കില്ല. കാരണം ആരാ എന്താണെന്നൊന്നും ഇല്ല. കാരണം ആരുടെ മുമ്പിലായാലും ഓപ്പൺ ആയിട്ട് സംസാരിച്ചാണ് ശീലം. അതുകൊണ്ട് ഇപ്പോഴും ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ തന്നെയാണ്. അല്ലാണ്ട് എനിക്ക് ചിരിച്ചു കാണിച്ചിട്ട് അല്ലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട്, അവാർഡുകൾക്ക് വേണ്ടിയിട്ട്, പുരസ്കാരങ്ങൾക്ക് വേണ്ടിയിട്ട് സീന ജയചന്ദ്രൻ എന്ന വ്യക്തി മുഖം മൂടിയിട്ട് സംസാരിക്കില്ല. ഞാൻ ഒരിക്കലും ഇല്ല. ഇനി മുമ്പോട്ട് അങ്ങനെ തന്നെ. എനിക്ക് താല്പര്യം ഇല്ല. രാഷ്ട്രീയത്തിൽ ചെറുതായിട്ട് ചെറിയ രാഷ്ട്രീയക്കാരിയാണോ? പക്ഷെ ഒരു പാർലമെന്റ് അംഗത്തിന്റെ കൂടെ അല്ലെങ്കിൽ ഒരു കേന്ദ്രമന്ത്രിയുടെ കൂടെ ഒക്കെ നിൽക്കുന്ന പല ഫോട്ടോസും ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അതെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരാളാണ് SG. പിന്നെ രാഷ്ട്രീയം പറയുമ്പോൾ സുരേഷ് ഗോപി ചേട്ടൻ. അപ്പൊ ഞങ്ങളെ സ്വന്തം ചേട്ടൻ. അപ്പം സുരേഷ് ഗോപി വഴി ഈ ആനുകൂല്യങ്ങളൊക്കെ ആർക്കെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അതായത് നമ്മളുടെ ഈ മെഡിക്കൽ ആനുകൂല്യങ്ങളൊക്കെ കേന്ദ്ര ഫണ്ടുകളൊക്കെ ഒരുപാടുണ്ടെന്നാണ് പറയുന്നത്. ഈ തൃശ്ശൂര് ഒരുപാട് അങ്ങ് വേറെ തലങ്ങളിലോട്ട് പോയതായിട്ട് പറയുന്നത്. ചേച്ചി കിട്ടിയപ്പോ അങ്ങ് ചോദിച്ചതാ. അതെ, ഓക്കെ. തൃശ്ശൂര് ഹോസ്പിറ്റലിൽ തന്നെ കിടന്ന സമയത്ത് ആൻജിയോഗ്രാം കംപ്ലൈന്റ്, മെഷീൻ കംപ്ലൈന്റ്, അതുപോലെ ആൻജിയോപ്ലാസ്റ്റി മെഷീൻ കംപ്ലൈന്റ്, ജനറേറ്റർ ഇല്ലെന്നുണ്ടെങ്കിൽ എക്സ്റേ മെഷീൻ വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ ഈ ഒരു സാഹചര്യം കണ്ടപ്പോൾ അതൊക്കെ ഞാൻ ഫോട്ടോസ് എടുത്ത്, പിന്നെ അവിടുത്തെ അത്യാവശ്യം ഹൗസ് സർജൻസി ഡോക്ടർമാരും എനിക്ക് ഫോട്ടോസ് ഒക്കെ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കാരണം ഞങ്ങൾക്ക് രോഗികളെ പരിചരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇവിടെ കിട്ടേണ്ടുന്ന കാര്യങ്ങൾ പലതും ഇങ്ങനെ ഡിലേ ആയി കിടക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ചേച്ചിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച സമയത്ത് ഇതൊക്കെ എടുത്തിട്ട് ഞാൻ SGക്ക് അയച്ചു കൊടുക്കുകയും അതിനുശേഷം അത് പെട്ടെന്ന് തന്നെ അവിടുത്തെ മെഷീനറീസ് ഒക്കെ കംപ്ലൈന്റ് ശ്രദ്ധയിൽ അത് പെട്ടു. അതെ. അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരം ശ്രീചിത്ര ഹോസ്പിറ്റലില് അവിടെ ഒരു സമയത്ത്, ഇപ്പൊ കഴിഞ്ഞ സമയമാണ്, മെഷീനറീസ് ഒക്കെ കംപ്ലൈന്റ് ആയിരുന്നു. അപ്പൊ എന്നെ കോൺടാക്ട് ചെയ്തൊരു പേഷ്യന്റ്, അതായത് 99% ആൾക്ക് ബൈപ്പാസ് കംപ്ലൈന്റ് ആണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അപ്പൊ അതിന് ഡേറ്റ് നമ്മൾ എടുത്തു കൊടുത്തു. അപ്പൊ ഡേറ്റ് എടുത്തു കഴിഞ്ഞാൽ മെഷീനറീസ് ഇല്ലാത്തതുകൊണ്ട് അത് ഡിലേ വരുവാണ്. പക്ഷെ മെഡിക്കൽ കോളേജുകളിൽ ശ്രീചിത്രയില്, തിരുവനന്തപുരം. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോ ഞാൻ SG ഓഫീസ് നേരിട്ട് പോയി, തൃശ്ശൂരാണ് ക്യാമ്പ് ഓഫീസ്, നേരിട്ട് പോയി ആളുടെ PO ഉണ്ട് രാജേഷേട്ടനോട് വിവരങ്ങൾ സൂചിപ്പിച്ചു കൊടുത്തു. അപ്പൊ തന്നെ ആൾ SGനെ കോൺടാക്ട് ചെയ്തു, ഈ വിവരങ്ങൾ പറഞ്ഞു. അപ്പൊ തന്നെ ആളോട് ഞാൻ പരിഹരിക്കാന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് ഇപ്പോഴത്തെ ന്യൂസിൽ കണ്ടത് അവിടെ എല്ലാ മെഷീനറീസും ആള് മേടിച്ചു കൊടുത്തു. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൗഡായിട്ടുള്ള. അപ്പം ഞങ്ങൾക്കും പ്രൗഡാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ തുടങ്ങിയത് ഒരു രക്തദാന പ്രവർത്തകയെന്നാണ്. നമ്മൾ വന്നു നിന്നത് എവിടാന്നറിയോ? ഹോസ്പിറ്റലുകളിൽ മെഷീനറീസ് വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു ധീര വനിതയായിട്ടാണ്. രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ, എന്നാണ് നമ്മൾ കണക്കൂട്ടുന്നത്. പ്രിയപ്പെട്ട സീന ജയചന്ദ്രനെ ഇനിയും മുന്നോട്ട് പോകാൻ ഒരുപാട് ആശംസകൾ നേരുന്നു. അതോടൊപ്പം ഞങ്ങളുടെ വക എല്ലാവിധ സപ്പോർട്ടും, ചാൻസ് മീഡിയയുടെ ഒരു പ്രതിനിധി എന്നുള്ള രീതിയിൽ എല്ലാവിധ സപ്പോർട്ടും തീർച്ചയായിട്ടും ഉണ്ടാവും. വീഡിയോ വരുന്നതിലും പബ്ലിഷ് ചെയ്യുന്നതിലും താങ്കളുടെ പൂർണ്ണമായ സമ്മതത്തോടു കൂടിയാണല്ലോ. അതെ. അപ്പോ താങ്ക് യു.